السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ മേഖലകളിൽ റഹ്മാനും റഹീമുമായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിജറ 10-ാം വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും ഹജ്ജ് കഴിഞ്ഞ് തിരിച്ച് മദീനയിലെത്തിയപ്പോൾ മഹാനായ സ്വഹാബി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യമനിലേക്ക് അയക്കുന്നുണ്ട്. യമനിലേക്ക് അയക്കുന്ന സമയത്ത് ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും, മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഒരു വാഹനപ്പുറത്ത്, ഒട്ടകത്തിൻ്റെ പുറത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുത്തുകയും ആ വാഹനത്തിൻ്റെ കടിഞ്ഞാണും പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന അതിർത്തി വരെ നടന്നു. മദീന അതിർത്തിയിലേക്ക് നടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന ചില വാക്കുകളുണ്ട്. മുആദേ, നീ പോകുന്നത് യമനിലേക്കാണ്. അഹ്ലി കിതാബിൻ്റെ നാടാണ് യമന്. അതുകൊണ്ട് താങ്കൾ അവരെ ആദ്യം പഠിപ്പിക്കേണ്ടത് തൗഹീദാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത് തുടങ്ങിയ വിഷയങ്ങൾ ആദ്യം അവരെ ബോധ്യപ്പെടുത്തണം. അതവർ അംഗീകരിച്ചാലോ പിന്നെ നിസ്കാരം പഠിപ്പിക്കണം, പിന്നെ അവരെ നോമ്പ് പഠിപ്പിക്കണം, പിന്നെ സകാത്ത് പഠിപ്പിക്കണം. ഇങ്ങനെ ഇസ്ലാമിൽ നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ട കർമ്മങ്ങൾ ഓരോന്നും നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ പോകുമ്പോഴും അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിൻ്റെ കടിഞ്ഞാണും പിടിച്ച് താഴെയാണ് നടക്കുന്നത്. മുആദ് റളിയല്ലാഹു അൻഹു
ആ വാഹനത്തിൻ്റെ പുറത്താണ്. സ്വഹാബി പറയേണ്ട, അള്ളാൻ്റെ റസൂലേ, താങ്കൾ ഈ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറണം, ഞാൻ നടന്നോളാം. നിങ്ങൾ നിലത്ത് നടക്കുകയും ഞാൻ ഈ ഒട്ടകത്തിൻ്റെ പുറത്ത് ഇരിക്കുമ്പോൾ എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സമ്മതിച്ചില്ല. അവസാനം മദീനയുടെ അതിർത്തി ഭാഗത്തെത്തിയപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം അള്ളാഹിൻ്റെ റസൂൽ അവസാനമായിട്ടൊരു കാര്യം കൂടി പറഞ്ഞു. യാ മുആദ്, മുആദ്, ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ വലഅല്ലക അൻ തമുറ ബിമസ്ജിദി ഹാദാ വഖബരി. മുആദ്, താങ്കൾ യമനിലെ ദഅവത്ത് കഴിഞ്ഞ് തിരിച്ച് മദീനയിലേക്ക് മടങ്ങുമ്പോൾ എൻ്റെ മസ്ജിദിൻ്റെയും ഖബറിൻ്റെയും ഇടയിലൂടെയായിരിക്കും താങ്കൾ വരിക. അഥവാ നിങ്ങൾ വരുമ്പോൾ ഞാൻ മരണപ്പെട്ടിട്ടുണ്ടാകും. മുആദേ, ഇത് അവസാനത്തെ കാണലാണ്, ഇനി ഒരു കാഴ്ച നമ്മൾ ഉണ്ടാകില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം മാതാപിതാക്കളെക്കാളും ഭാര്യയെക്കാളും സ്വന്തം മക്കളെക്കാളും എല്ലാത്തിനേക്കാളും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെട്ട ആളുകളാണ് അള്ളാഹിൻ്റെ റസൂലിൻ്റെ സ്വഹാബിമാർ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ പ്രവാചകനെ കാണുന്ന അവസാനത്തെ രംഗമാണ് എന്നറിഞ്ഞപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു ആ നിമിഷത്തിൽ പൊട്ടിക്കരയുന്നുണ്ട്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ താഴെ ഇറക്കി ചേർത്ത് പിടിച്ച് ഒരുപാട് ഉപദേശങ്ങൾ നൽകി അവസാനാണ് മുആദ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പോകുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തിൻ്റെ സമയം അടുത്തിട്ടുണ്ട് എന്നറിയിക്കുന്ന പല സൂചനകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലഘട്ടത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് നൽകിയിരുന്നു. അള്ളാഹിൻ്റെ റസൂൽ ജീവിതത്തിൽ ഒരു ഹജ്ജ് മാത്രമാണ് ചെയ്തത്. ആ ഹജ്ജ് നിർവഹിക്കുന്ന സമയത്ത് ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു പറയാണ്, ദുൽഹിജ്ജ ദിവസം, ദുൽഹിജ്ജ 10 അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കല്ലെറിയുന്നതും ഇങ്ങനെ പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് നബി പറഞ്ഞത്? അള്ളാഹിൻ്റെ റസൂല് പറയാണ്, ലിതഅഖുദു മനാസികകും ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അഹുജ്ജു ബഅദ ഹജ്ജതി ഹാദാ. സ്വഹാബ, നിങ്ങൾ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ എന്നിൽ നിന്ന് ശരിക്കും നോക്കി പഠിക്കണം. കാരണം ഈ വർഷം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഹജ്ജിന് ഞാൻ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഹജ്ജിൻ്റെ കർമ്മങ്ങളെല്ലാം നിങ്ങൾ എന്നിൽ നിന്നും ശരിക്കും നോക്കി പഠിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ കഴിയും. ഹജ്ജ് ഇങ്ങനെ കഴിഞ്ഞ് തിരിച്ച് മദീനയിലേക്ക് പോകുമ്പോൾ ഗദീർ ഹും എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഇറങ്ങി. ഒരു ചെറിയൊരു തടാകമുള്ള ഒരു പ്രദേശമാണ്. അവിടെ അങ്ങനെ ഇറങ്ങി സ്വഹാബിമാർ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പോയപ്പോൾ അള്ളാഹിൻ്റെ റസൂല് പറയുന്നൊരു കാര്യമുണ്ട്. അലാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഫഇന്നമാന ബശറുൻ യൂഷികു അൻ യഅതിയനി റസൂലു റബ്ബി, എൻ്റെ റബ്ബിൻ്റെ അരികിൽ നിന്ന് ദൂതൻ വരാൻ സമയമായിട്ടുണ്ട്. അഥവാ എൻ്റെ മരണത്തിൻ്റെ സമയം അടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഭാരമുള്ള 2 ഉത്തരവാദിത്തങ്ങൾ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. അവ്വലുഹുമ, ഒന്നാമത്തതെന്താ? കിതാബുല്ലാഹ്, അള്ളാഹിൻ്റെ ഖുർആനാണ്. അത് നിങ്ങൾ മുറുകെ പിടിക്കണം. 2 എന്താണെന്നറിയോ? അള്ളാഹിൻ്റെ റസൂല് പറയാണ്, അഹ്ലു ബൈത്തി, നബി കുടുംബമാണ്. വീണ്ടും നബി പറഞ്ഞു, ഉദക്കിറുകുമുല്ലാഹ ഫി അഹ്ലി ബൈത്തി, നബി കുടുംബത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. വീണ്ടും റസൂലുള്ള പറഞ്ഞു, ഉദക്കിറുകുമുല്ലാഹ ഫി അഹ്ലി ബൈത്തി, നബി കുടുംബം, അത് നിങ്ങൾ മറക്കാൻ പാടില്ല. അതിൽ ആ ഒരു ഉത്തരവാദിത്വം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കണം. അപ്പോഴും നബി പറഞ്ഞൊരു വാക്കുണ്ട്, അള്ളാഹിൻ്റെ ദൂതൻ വരാൻ സമയമായിട്ടുണ്ട്, അഥവാ മരണം അടുത്തിട്ടുണ്ട്, ഇനി കൂടുതൽ കാലമൊന്നും ഉണ്ടാകില്ല. ഇത് നടക്കുന്നത് ദുൽഹിജ്ജ മാസത്തിലാണെങ്കിൽ പിന്നെ മുഹറം, സഫർ, റബീഉൽ അവ്വൽ 3 മാസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചത്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം ബാധിക്കുന്നത് സഫർ മാസത്തിലാണ്. റബീഉൽ അവ്വലിൻ്റെ തൊട്ട് മുമ്പുള്ള സഫർ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം ബാധിക്കുന്നത്. അള്ളാഹിൻ്റെ റസൂല് ബഖീ ഖബർസ്ഥാനിലേക്ക് പോയി. ബഖീ ഖബർസ്ഥാനിലേക്ക് പോകുമ്പോൾ നബിൻ്റെ കൂടെ നബിയുടെ മൗലയായ അബൂ മുഹൈഹിബ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അള്ളാഹിൻ്റെ റസൂൽ അവിടെ പോയിട്ട് ആ ബഖീ ഖബർസ്ഥാനിൽ കിടക്കുന്ന ഖബറാളികൾക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ആ ഖബർസ്ഥാനിലേക്ക് ചെല്ലുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം പറഞ്ഞിട്ടാണ് കയറി ചെല്ലുന്നത്. എന്നിട്ട് അവിടെ കുറേ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമയം ചെലവഴിച്ചു. അവിടുന്നാണ് നബിക്ക് രോഗം തുടങ്ങുന്നത്. സഫർ മാസം ബഖീ ഖബർസ്ഥാനിൽ അബൂ മുഹൈബൻ്റെ കൂടെ പോയി അവിടെ നിന്നാണ് അള്ളാഹിൻ്റെ റസൂലിന് രോഗം ഉണ്ടാകുന്നത്. ശക്തമായ തലവേദനയാണ് ആദ്യം തുടങ്ങുന്നത്.
അപ്പോൾ അബൂ മുഹൈഹിബ അള്ളാഹിൻ്റെ റസൂലിനെ താങ്ങിയിട്ടാണ് പിന്നീട് വീട്ടിലേക്ക് എത്തിക്കണത്. അങ്ങനെ വീട്ടിലെത്തി അള്ളാഹിൻ്റെ റസൂൽ ആ രോഗമായിട്ട് ഇങ്ങനെ കഴിയുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സൈന്യത്തെ റോമയിലേക്ക് പറഞ്ഞയക്കണം. അഥവാ ഇതിന് തൊട്ട് മുമ്പ് റോമക്കാരുമായി നടന്ന യുദ്ധമാണ് മുഅ്ത യുദ്ധം. ആ മുഅ്ത യുദ്ധത്തിലാണ് ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് സെയ്ദ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. അള്ളാഹിൻ്റെ റസൂൽ പറയുന്നുണ്ട്, മുഅ്തൻ്റെ രണഭൂമിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മുഅ്തൻ്റെ രണഭൂമിയിൽ ഇസ്ലാമിൻ്റെ പതാക വഹിക്കേണ്ടത് സെയ്ദാണ്. സെയ്ദിന് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഇസ്ലാമിൻ്റെ പതാക വഹിക്കേണ്ടത് ജഅഫർ ബിൻ അബി താലിബാണ്. ജഅഫറിന് എന്തെങ്കിലും പറ്റിയാൽ, ജഅഫർ റളിയല്ലാഹു അൻഹുവിന് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഇസ്ലാമിൻ്റെ പതാക വഹിക്കേണ്ടത് അബ്ദുല്ലാഹി ബിൻ റവാഹയാണ്. അബ്ദുല്ലാഹി ബിൻ റവാഹയ്ക്ക് എന്തെങ്കിലും പറ്റിയാലോ ആ സമയത്ത് നിങ്ങൾ ഒരാളെ തീരുമാനിക്കണം. ആ യുദ്ധം പഠിക്കുമ്പോൾ കാണാൻ കഴിയും, ആദ്യം സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. രണ്ടാമത് ഇസ്ലാമിൻ്റെ പതാക വാങ്ങുന്നത് ജഅഫർ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം വാങ്ങിയത് അദ്ദേഹത്തിൻ്റെ വലത്തെ കൈയിലാണ്. ശത്രുക്കളായ ആളുകൾ ആദ്യം വലത്തെ കൈ മുറിച്ചു. അപ്പോൾ അദ്ദേഹം ഇസ്ലാമിൻ്റെ പതാക ഇടത്തെ കൈയിലേക്ക് മാറ്റും, ഇടത്തെ കൈയും ശത്രുക്കൾ മുറിക്കും. ആ ഇസ്ലാമിൻ്റെ പതാക നിലത്ത് വീഴുന്നതിന് മുമ്പ് അദ്ദേഹം നെഞ്ചിലേക്ക് വെച്ചു എന്നുള്ളതാണ്. പിന്നെ ജഅഫർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ ആ ഇസ്ലാമിൻ്റെ പതാക കൊടുക്കുന്നത് അബ്ദുല്ലാഹി ബിൻ റവാഹിൻ്റെ കയ്യിലാണ്. അബ്ദുല്ലാഹി ബിൻ റവാഹ് ഇസ്ലാമിൻ്റെ പതാക വാങ്ങി ശക്തമായി കൊണ്ട് പോരാടുമ്പോഴാണ് ശത്രുക്കളായ ആളുകൾ അബ്ദുല്ലാഹി ബിൻ റവാഹിൻ്റെ കയ്യിലേക്ക് വെട്ടുന്നത്. അപ്പോൾ ഈ 4 വിരൽ ഇങ്ങനെ തൂങ്ങി നിന്നു എന്നാണ് ചില ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. 4 വിരൽ ഇങ്ങനെ അത് അറ്റുപോയി, എന്നാൽ അത് പൂർണ്ണമായിട്ട് വിട്ടിട്ടുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് വാള് പിടിക്കാൻ കഴിയണില്ല. അദ്ദേഹത്തിൻ്റെ കൈ കാലിൻ്റെ താഴെ വെച്ച് കൈയിൻ്റെ മേലെ വെച്ച് അമർത്തിയിട്ട് കൈ മേലേക്ക് വിരിച്ചു. അപ്പോൾ ആ 4 വിരൽ നിലത്ത് കടന്ന് പെടയാണ്. ആ 4 വിരലിനും നോക്കിയിട്ട് അബ്ദുല്ലാഹി ബിൻ റവാഹ പറയുന്നുണ്ട്, എന്തിനാ വിരലിൽ നീ പെടയണത്, ഉടലോടെ ഞാൻ നിൻ്റെ അരികിലേക്ക് വരാൻ പോകല്ലേ എന്ന് പറഞ്ഞ് രണഭൂമിയിലേക്ക് ഇറങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, റോമൻ സാമ്രാജ്യത്തിലെ ആളുകളുമായി നടന്ന യുദ്ധമാണ് മുഅ്ത യുദ്ധം. അത് പരിപൂർണമായിട്ടും അവസാനിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ബാക്കി എന്ന രൂപത്തിൽ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്വഹാബിമാരിൽ ഒരാളാണ് ഉസാമ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ പറഞ്ഞയക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 17-18 വയസ്സാണ്. ആ സൈന്യത്തിലാണെങ്കിൽ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ 3000-ഓളം വരുന്ന വലിയൊരു സൈന്യമാണ്. അപ്പോൾ സ്വഹാബിമാരിൽ ചില ആളുകളൊക്കെ മുറുമുറുപ്പുണ്ടാക്കി, വലിയ നേതാക്കന്മാരായ ആളുകളൊക്കെ ഉണ്ടായിട്ടും 17-18 വയസ്സുള്ള മീശ പോലും മുടക്കാത്ത ഉസാമനെയാണോ നേതൃസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്നത്? അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇമാറത്തിന് നേതൃത്വത്തിന് കഴിവുള്ളതാണ് ഉസാമ റളിയല്ലാഹു അൻഹു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം മദീനയിൽ നിന്ന് പുറപ്പെട്ടു. ഇതൊക്കെ എപ്പോഴാണ്? സഫർ മാസത്തിൽ റസൂലുള്ളാഹിക്ക് രോഗം ബാധിച്ച സമയത്താണ്. അങ്ങനെ അവർ പോയി ജുറുഫ് എന്ന് പറയുന്ന ഭാഗത്തെത്തിയപ്പോൾ അവരറിഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം കൂടിയിട്ടുണ്ട്. അപ്പോൾ അവർ യാത്ര അവസാനിപ്പിച്ച് ജുറുഫ് എന്ന് പറയുന്ന മദീനത്തെ കുറച്ച് തൊട്ടപ്പുറത്തുള്ള പ്രദേശത്ത് അവിടെ തന്നെ തമ്പടിച്ചു. അള്ളാഹിൻ്റെ റസൂലിൻ്റെ അസുഖം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് സമയം അവർ കാത്തിരുന്നു. പിന്നെ തിരിച്ച് യാത്ര അവസാനിപ്പിച്ച് മദീനയിലേക്ക് തന്നെ വന്നു. അള്ളാഹിൻ്റെ റസൂലിന് ഓരോ ദിവസം കൂടുമ്പോഴും രോഗം ഇങ്ങനെ മൂർച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉമ്മു മുബശ്ശിർ റളിയല്ലാഹു അൻഹ വന്നിട്ട് ചോദിക്കേണ്ട, അള്ളാഹിൻ്റെ റസൂലെ, നിങ്ങൾക്ക് ഇപ്പം ഉണ്ടായ അസുഖം ഉണ്ടല്ലോ, അതിൻ്റെ പിന്നിൽ നിങ്ങൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖൈബറിൻ്റെ രണഭൂമിയിൽ ആ ജൂത പെണ്ണ് നൽകിയ വിഷം കലർത്തിയ മാംസം ഉണ്ടല്ലോ, അത് കഴിച്ചതുകൊണ്ട് എൻ്റെ ജീവനാടി ഇങ്ങനെ മുറിഞ്ഞു പോണത് പോലെ എനിക്ക് തോന്നുകയാണ്. മനുഷ്യൻ്റെ ജീവനാടി ഉണ്ടല്ലോ, അത് മുറിഞ്ഞു പോകുന്നത് പോലെ അശക്തമായ വേദന എനിക്ക് അനുഭവിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്, ആ ജൂത പെണ്ണ് ഖൈബറിൻ്റെ രണഭൂമിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ കൊല്ലാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ അവർ പോയിട്ട് ജൂതന്മാരായ ആളുകൾ ചതിച്ച് ആ ഒരു സ്ത്രീയോട് പറയാണ്, നബിയെ സൽക്കാരത്തിന് വേണ്ടി വീട്ടിലേക്ക് ക്ഷണിക്കണം. ആ പെണ്ണ് പോയി ചോദിക്കണ്ട്, നബി ഞാൻ സൽക്കാരത്തിന് താങ്കൾ ക്ഷണിച്ചാൽ നിങ്ങൾ വരുമോ? അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, വരാം. നബി വരുന്ന സമയത്ത് ഏത് മാംസമാണ് വേണ്ടത്? താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാംസം ഏതാ? ആടാണ്. ആടിൻ്റെ ഏത് ഭാഗമാണ് താങ്കൾക്ക് ഏറ്റവും ഇഷ്ടം? അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ് കാലിൻ്റെ ഭാഗമാണ്. ആ കാലിൻ്റെ ഭാഗത്താണ് ആ പെണ്ണ് വിഷം കലർത്തിയിട്ട് ഭക്ഷണം പാകം ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തത്. ഈ ഉമ്മു മുബശ്ശിറില്ലേ, അവരുടെ മകനായ മുബശ്ശിറും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു. ആ സ്വഹാബി ഉടനെ തന്നെ മാംസം എടുത്ത് കഴിച്ചു, അവിടെ മരണപ്പെട്ടു.
എന്നാൽ പ്രവാചകൻ ആ മാംസം വായിലേക്ക് വെച്ചപ്പോഴേക്ക് ജിബ്രീൽ വഹി അറിയിച്ചു, നബി അതിൽ വിഷമുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു അംശം റസൂലുള്ളാഹിൻ്റെ വായിൽ കലർന്നിരുന്നു. എന്നിട്ട് നബി പറയാണ്, അത് കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അള്ളാഹിൻ്റെ റസൂല് മരിക്കണതിൻ്റെ തൊട്ട് മുമ്പ് പോലും പറയാണ്, എൻ്റെ ജീവനാടി മുറിച്ച് കളയുന്ന വേദന എനിക്കുണ്ടപ്പോൾ, ശക്തമായ വേദനയാണ്. അങ്ങനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ദിവസം ഇങ്ങനെ രോഗം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അള്ളാഹിൻ്റെ റസൂലിൻ്റെ എല്ലാ ഭാര്യമാരുടെ അരികിലേക്കും ചെല്ലും. എന്നിട്ട് അന്ന് രാത്രി ഏത് ഭാര്യൻ്റെ വീട്ടിലാണോ ആ ഭാര്യൻ്റെ വീട്ടിലേക്ക് ഇശാഇൻ്റെ സമയത്ത് എല്ലാ ഭാര്യമാരോടും വരാൻ പറയും. എന്നിട്ട് അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആ ഉപദേശങ്ങൾ കൊടുക്കുക. എന്നാൽ രോഗം ഇങ്ങനെ കൂടിയ സമയത്ത് എല്ലാ ഭാര്യമാരുടെ വീട്ടിൽ പോയി ഉപദേശങ്ങൾ നൽകാനും അവരെ സന്ദർശിക്കാനും റസൂലുള്ളാഹിക്ക് കഴിയുന്നില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെയും അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും തോളിൽ കൈവച്ച് ഓരോ ഭാര്യമാരുടെ അരികിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് പഴയ പോലെ നിങ്ങളുടെ അരികിലേക്ക് വരാൻ കഴിയണില്ല, അത്രത്തോളം ക്ഷീണിതനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് പള്ളിയിലേക്ക് പോകാൻ ഏറ്റവും എളുപ്പം ആയിഷ ബീവിൻ്റെ വീടാണ്. ഞാൻ ആയിഷ ബീവിൻ്റെ വീട്ടിൽ നിൽക്കട്ടെ. റസൂലുള്ള ഇടക്കിടക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, രോഗമായിട്ട് കിടക്കുമ്പോൾ ഐനാനഹദൻ, ഞാൻ നാളെ എവിടെ? ഭാര്യമാരോട് ചോദിക്കുക, നാളെ ഞാൻ എവിടെ? അഥവാ ആയിഷ ബീവിൻ്റെ വീട്ടിൽ എന്നാണ് ഉണ്ടാകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അള്ളാഹിൻ്റെ റസൂലിന് വേണമെങ്കിൽ ആയിഷ ബീവിൻ്റെ വീട്ടിൽ അങ്ങ് നിന്നാൽ മതി, ഒരാളോടും ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഭാര്യമാരോട് ചോദിച്ച് അവരെല്ലാവരും അംഗീകരിച്ച് അവരുടെ തൃപ്തിയോട് കൂടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിൻ്റെ വീട്ടിലേക്ക് താമസം മാറ്റി. ആയിഷ ബീവിൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ രോഗത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ കണ്ടപ്പോൾ ആയിഷ ബീവി ചോദിക്കുകയാണ്, നബിയെ ഞാൻ സ്വഹാബിമാരെ വിളിക്കട്ടെ? അള്ളാഹിൻ്റെ റസൂൽ സമ്മതം മൂളി. ആരെയാണ് വിളിക്കേണ്ടത്? ആയിഷ ബീവി ചോദിക്കാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കട്ടെ? അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, വിളിക്കാൻ പറഞ്ഞു. നബി ഞാൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കട്ടെ? ഉമർ റളിയല്ലാഹു അൻഹുവിനെയും വിളിക്കാൻ പറഞ്ഞു. മൂന്നാമത് പറഞ്ഞു, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കട്ടെ? മൂന്നാളും വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അള്ളാഹിൻ്റെ റസൂലെ കുറേ സമയം അവരുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിന്നു. അവരോട് എന്തൊക്കെ സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും സംസാരിക്കാൻ കഴിയണില്ല. സ്വഹാബിമാർ പറയാണ്, റസൂലുള്ളാഹിൻ്റെ അവസ്ഥ ഇങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത സങ്കടമാണ്. അള്ളാഹിൻ്റെ റസൂലിന് എന്തൊക്കെയാണ് ഞങ്ങളുടെ സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും സംസാരിക്കാൻ കഴിയണില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എൻ്റെ ഹബീബിൻ്റെ മുഖത്തേക്ക് കുറേ സമയം ഇങ്ങനെ നോക്കി നിന്നു. ഒന്നും റസൂലുള്ളാഹിക്ക് പറയാൻ കഴിയാത്തത് വന്നപ്പോൾ അള്ളാഹിൻ്റെ റസൂലിനെ ഇനി പ്രയാസപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് എണീറ്റു. ഞങ്ങൾ 3 പേര് എണീറ്റ് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉറപ്പായി, ഇനി കൂടുതൽ ദിവസമൊന്നും ഉണ്ടാകില്ല, പെട്ടെന്ന് എൻ്റെ മരണം ഉണ്ടാകും. അപ്പോൾ സ്വഹാബിമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മരണം ഉറപ്പായപ്പോൾ പ്രതിക്രിയക്ക് നിന്നുകൊടുക്കാൻ വേണ്ടി നബി തീരുമാനിച്ചു. എന്താ പ്രതിക്രിയ എന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ വിളിച്ച് പറയാണ്, ഫമൻ കുന്തു ജലത്തു ലഹു ലഹ്റൻ ഫഹാദാ ലഹ്രി ഫല്യസ്തഖദ് മിൻഹു. സ്വഹാബ, ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും മുതുകിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ മുഹമ്മദിൻ്റെ മുതുകിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് എന്താണോ ചെയ്യാനുള്ളത് അതെൻ്റെ മുതുകിൽ ചെയ്യാം. ഞാൻ ആരുടെയെങ്കിലും അഭിമാനത്തിന് ശതം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇതാ എൻ്റെ അഭിമാനം, നിങ്ങൾക്ക് എന്തും ചെയ്യാം. ഫമൻ കുന്തു അഖദ്തു ലഹു മാലൻ ഫഹാദാ മാലി ഫല്യഖുദ് മിൻഹു. ഞാൻ ആരുടെയെങ്കിലും സമ്പത്ത് അന്യായമായി കൊണ്ട് അപഹരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ എൻ്റെ സമ്പത്ത്, നിങ്ങൾക്ക് വേണ്ടത് എടുക്കാം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതിക്രിയക്ക് എന്ത് ചെയ്യാണ്? അനുവാദം കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗം കൂടുതലാണ് എന്നറിഞ്ഞപ്പോൾ അൻസാരികളായ ആളുകൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അൻസാരികളായ ആളുകൾ പള്ളിയിൽ ഒരുമിച്ച് കൂടി അവർ കരയാണ്. ഓരോ ദിവസം കൂടുമ്പോഴും രോഗം ഇങ്ങനെ കൂടുകയെന്ന് പറഞ്ഞപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നത് തിങ്കളാഴ്ചയാണെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പുള്ള ബുധനാഴ്ചയാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ബുധനാഴ്ച ദിവസം അൻസാരികളായ ആളുകൾ പള്ളിയിൽ ഒരുമിച്ച് കൂടി അവർ കരയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ അൻസാരികളായ ആളുകൾ കരയുണ്ട് എന്ന് പറഞ്ഞു. അള്ളാഹിൻ്റെ റസൂലിനോട് അൻസാരികളെന്ന് പറഞ്ഞപ്പോൾ നബിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം നബിനെ അങ്ങനെ സഹായിച്ച ആളുകളാണ് അൻസാരികൾ. എണീക്കാൻ കഴിയുന്നില്ല. എന്നിട്ടും ഒരു ശീല കൊണ്ടുവന്ന് തലയിൽ മുറുക്കി കെട്ടി, ശക്തമായ തലവേദനയാണ്, ഒരു ശീല കൊണ്ട് തുണി കൊണ്ട് തല മുറുക്കി കെട്ടിയിട്ടേ സ്വഹാബിമാരുടെ സഹായത്താൽ അള്ളാഹിൻ്റെ റസൂൽ അൻസാരികളെ കാണാൻ വേണ്ടി മദീനത്തെ പള്ളിയിലേക്ക് പോയി. മദീനത്തെ പള്ളിയിൽ സ്വഹാബിമാരെ കണ്ടപ്പോൾ റസൂലുള്ളാഹി പറയാണ്, ഊസീകും ബിൽ അൻസാർ ഫഇന്നഹും കരിശി വഅയ്ബതി. സ്വഹാബിമാരോട് പറയാണ്, അൻസാരികളുടെ വിഷയത്തിൽ ഞാൻ നിങ്ങളോട് ഇതാ വസിയത്ത് പറയണം. അൻസാരികൾ അവരെൻ്റെ പ്രിയപ്പെട്ട ആളുകളാണ്.
എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളാണ് എൻ്റെ അൻസാരികൾ. അൻസാരികളായ ആളുകൾ അവരുടെ ബാധ്യതകളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു. അവർ ചെയ്തു തരേണ്ട എല്ലാ കർമ്മങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. ഇനി അവരോട് ചെയ്യാനുള്ള കർമ്മങ്ങളാണ്. എന്നിട്ട് നബി അതിനോട് ചേർത്തി അവസാനം പറഞ്ഞൊരു മനോഹരമായൊരു വാചകമുണ്ട്. അൻസാരികളോട് പറയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ നഫ്സ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. അഥവാ വല്ലാഹി, അള്ളാഹു തന്നെയാണ് സത്യം. ഇന്നി ഉഹിബ്ബുക്കും, അൻസാരികളെ എനിക്ക് നിങ്ങളിഷ്ടമാണ്. വീണ്ടും നബി പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ നഫ്സ് ആരുടെ കയ്യിലാണോ അള്ളാഹു തന്നെയാണ് സത്യം. ഇന്നി ഉഹിബ്ബുക്കും, അൻസാരികളെ എനിക്ക് നിങ്ങളിഷ്ടമാണ്. കാരണം എല്ലാം ത്യജിച്ചവരാണ് താങ്കൾ. ബദറിൻ്റെ രണഭൂമിയിൽ ശത്രുക്കളായ ആളുകൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരോട് കൂടിയാലോചന നടത്തുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു എണീറ്റിട്ട് പറഞ്ഞു, നബി നമുക്ക് യുദ്ധം ചെയ്യാം. അബൂജഹലിൻ്റെ നേതൃത്വത്തിൽ 1000-ഓളം വരുന്ന സൈന്യമാണ് വരുന്നത്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ ആണെങ്കിൽ ആകെ 300 ചില്ലാനം വരുന്ന ആളുകളുള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ് യുദ്ധം ചെയ്യാം. മുഹാജിറുകളുടെ നേതാവായിക്കൊണ്ട് മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞ് യുദ്ധം ചെയ്യാം. അപ്പോഴും നബിക്ക് സമാധാനം കിട്ടണില്ല. നബി ചോദിക്കാണ്, അശീറു അലയ്യ അയ്യുഹന്നാസ്, അൻസാരികളെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു എണീറ്റു, റസൂലെ നിങ്ങൾ ഞങ്ങളെ സംശയിക്കുകയാണോ? റസൂലെ നിങ്ങൾ ഞങ്ങളെ സംശയിക്കണം, നിങ്ങൾക്ക് സംരക്ഷണം നൽകാമെന്ന ഉറപ്പ് നൽകിയവരാണ് ഞങ്ങൾ റസൂലെ. ആർത്തിരമ്പുന്ന തിരമാലകളെ കാണിച്ച് ആ തിരമാലകളിലേക്ക് താങ്കൾ ഊളിയിട്ടാൽ ഒരു മടിയും കൂടാതെ നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകും നബിയെ. ബർക്കുൽ ഹിമാദിലേക്ക്, യമനിലെ വന്യമൃഗങ്ങളും വിഷജന്തുക്കളുള്ള നാട്ടിലേക്ക് നിങ്ങൾ ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ വരും നബിയെ. എന്നിട്ട് അവർ പറയാണ്, നബിയെ നിങ്ങൾ യുദ്ധത്തിന് വരണ്ട, നിങ്ങൾക്കൊരു അരീശ ഉണ്ടാക്കി തരാം, ഒരു കൂടാരം. ബദറിൻ്റെ രണഭൂമിയിൽ ആ കൂടാരത്തിൽ നിങ്ങൾ ഇരുന്നാൽ മതി. ഓരോ അൻസാരിയുടെയും ചങ്കിലൂടെ അമ്പ് തറച്ചിട്ടല്ലാതെ ശത്രുക്കളായ ആളുകൾ നിങ്ങളെ തൊടൂല. നബി ബദറിൻ്റെ രണഭൂമിയിൽ നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങണ്ട, ഞങ്ങൾ യുദ്ധം ചെയ്തോളാം, നിങ്ങൾ ആ കൂടാരത്തിൽ ഇരുന്നാൽ മതി. യുദ്ധത്തിൽ പരാജയമാണ് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യണം? ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി മദീനയിലേക്ക് പോകണം. മദീനയിൽ നിങ്ങളെ സംരക്ഷിക്കാനുള്ള ബാക്കിയുള്ള അൻസാരികൾ അവിടെ ഉണ്ട്. അവർ ബദറിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല, അതൊരു പെട്ടെന്നുണ്ടായതാണ്. അതുകൊണ്ട് അവർ ആ യുദ്ധം അറിഞ്ഞിട്ടില്ല. അവർ നിങ്ങളെ സംരക്ഷിച്ചോളൂ നബിയെ, ഞങ്ങൾ നിങ്ങളെ കൈവിടൂല എന്ന് പറഞ്ഞവരാണ് അൻസാരികൾ. അപ്പോൾ ഈ അൻസാരികൾ കരയാണ് എന്ന് അറിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങേയറ്റം സങ്കടം ഉണ്ടാകുകയാണ്. അതുകൊണ്ടാണ് ഒരു തുണി എടുത്ത് തലയിൽ കെട്ടിയിട്ട് പള്ളിയിലേക്ക് 2 സ്വഹാബിമാരുടെ സഹായത്താൽ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. ഇതൊക്കെ അള്ളാഹിൻ്റെ റസൂൽ മരണപ്പെടുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ബുധനാഴ്ചയാണെങ്കിൽ വ്യാഴാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും കൂടുതൽ രോഗം മൂർച്ഛിക്കുന്നത് വ്യാഴാഴ്ചയാണ്. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വ്യാഴാഴ്ച ദിവസം വന്നാൽ അദ്ദേഹം കരയുന്ന. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണപ്പെട്ട് പിന്നെ വ്യാഴാഴ്ച ദിവസം വരുമ്പോൾ അദ്ദേഹം പറയും, യൗമുൽ ഖമീസ് വമാ യൗമുൽ ഖമീസ്. എന്താ വ്യാഴാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകത എന്നറിയോ? എൻ്റെ ഹബീബിന് സഹിക്കാൻ കഴിയാത്ത വേദന ഉണ്ടായത് വ്യാഴാഴ്ചയാണ്. ഇത് പറഞ്ഞിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കരയും. ചില ചരിത്രകാരന്മാർ പറയാണ്, അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്ന കല്ലുകൾ പോലും നനയുമാറ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ടുണ്ട്. ആ വ്യാഴാഴ്ചയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും കൂടുതൽ രോഗം മൂർച്ഛിക്കുന്നത്. ഉമ്മുൽ ഫദിൽ റളിയല്ലാഹു അൻഹ പറയാണ്, ആ വ്യാഴാഴ്ച ദിവസം മഗ്രിബ് നമസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇമാം വന്നത്. സൂറത്ത് മുർസലാത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയത്. ആ മുർസലാത്ത് ഓതി നിസ്കാരം പൂർത്തീകരിച്ചു. പിന്നെ ഞങ്ങൾക്ക് ഇമാമ് നിൽക്കാൻ പ്രവാചകൻ പള്ളിക്ക് വന്നിട്ടില്ല. നബി പള്ളിയിൽ വന്ന്, മദീനത്തെ പള്ളിയിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇമാമ് നിന്നത്, നബി നിസ്കരിക്കാൻ വേറെ വന്നിട്ടുണ്ട്, പക്ഷേ ഇമാമ് അപ്പം നിൽക്കുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. നബിയുടെ ഇമാമിൻ്റെ കീഴിലായി ഞങ്ങൾ നിസ്കരിച്ച അവസാനത്തെ നിസ്കാരം വ്യാഴാഴ്ച ദിവസത്തെ മഗ്രിബ് നിസ്കാരമാണ്. അന്ന് ഇശാഇൻ്റെ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒട്ടും പള്ളിയിലേക്ക് വരാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായി. അപ്പോൾ സ്വഹാബത്തിനോട് നബി ചോദിക്കണം, സ്വല്ലന്നാസ്, ആയിഷ ബീവിനോട് ചോദിക്കുകയാണ്, ജനങ്ങൾ നിസ്കരിച്ചോ? അപ്പോൾ ആയിഷ ബീവി പറയാണ്, ലാഹും യന്തളിറൂന, നബിയെ നിങ്ങൾ അവരെ കാത്തിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഉ ലി മാഅൻ ഫിൽ മിഖ്ലബ്, ഒരു പാത്രം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ആ പാത്രം വെള്ളം ഇങ്ങനെ എടുത്ത് അല്ലാഹുവിൻ്റെ റസൂൽ തലയിലൂടെ അങ്ങനെ ഒഴിച്ചു. അപ്പോൾ ഒരു ആശ്വാസം കിട്ടി. നിങ്ങൾ പള്ളിക്ക് പോകാൻ നിൽക്കുമ്പോഴേക്ക് ബോധം കെട്ടു പോകണു. വീണ്ടും ബോധം തിരിച്ചു കിട്ടി. അപ്പോഴും ചോദിച്ചു, അസല്ലന്നാസ്, നബിയെ അവർ നിസ്കരിച്ചിട്ടില്ല, അവർ നിങ്ങളെ കാത്തിരിക്കുകയാണ്.
ഒരു പാത്രം വെള്ളം കൊണ്ടുവന്നു, തലയിലൂടെ ഒഴിക്കും. അത് ഒഴിക്കുന്ന സമയത്ത് ഒരു ആശ്വാസം ഉണ്ടാകും, വീണ്ടും ബോധപ്പെട്ട് വീഴും. 3 തവണ അതിങ്ങനെ ഉണ്ടായി. അപ്പം അബ്ദുല്ലാഹി ഇബ്നു സംആ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ജനങ്ങളോട് നിസ്കരിക്കാൻ പറഞ്ഞു. ഇത് ജനങ്ങളോട് പോയി പറയണത് ആരാണ്? അബ്ദുല്ലാഹി ഇബ്നു സംആ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം പള്ളിയിലേക്ക് പോകുമ്പോൾ ആദ്യം കണ്ടത് ഉമർ റളിയല്ലാഹു അൻഹുവിനെയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, താങ്കൾ ഇമാമ് നിൽക്കണം. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇമാമത്തിൽ സ്വഹാബിമാരും മാമുമായിട്ട് നിന്ന് നിസ്കാരം ആരംഭിച്ചു. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിനോട് ചേർന്നാണ് മദീനത്തെ പള്ളിയുള്ളത്. മദീനത്തെ പള്ളിയിൽ നിന്ന് ഖുർആൻ പാരായണം കേൾക്കുകയാണ്. ഇശാ നമസ്കാരത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഇമാമ് നിന്ന് നിസ്കാരത്തിൻ്റെ പാരായണം കേട്ടപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ ചോദിക്കുകയാണ്, അത് ഉമറല്ലേ? ആയിഷ ബീവി പറഞ്ഞു, അതെ ഉമറാണ്. അപ്പോൾ റസൂൽ ചോദിച്ച ചോദ്യമുണ്ട്, ഐന അബൂബക്കർ, അബൂബക്കർ അവിടെ? ഇമാമ് നിൽക്കേണ്ടതാരാ? അബൂബക്കറാണ്. നിർബന്ധമായിട്ടും ഇമാമ് നിൽക്കേണ്ടത് അബൂബക്കറാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, പിന്നെ നബി ആയിഷ ബീവിനോട് പറയണം, മുറു അബൂബക്കറിൻ ഫൽയുസല്ലി ബിന്നാസ്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഇമാമ് നിൽക്കാൻ പറയും. അപ്പോൾ ആയിഷ ബീവി പറയാണ്, ഇന്നഹു റജുലുൻ റഖീഖുൻ ഇദാ ഖാമ മഖാമക ലം യസ്തതി അൻ യുസല്ലിയ ബിന്നാസ്. നബി അബൂബക്കർ റളിയല്ലാഹു അൻഹു ലോല ഹൃദയനാണ്. ഖുർആൻ ഓതുമ്പോൾ കുറേ കരയും അദ്ദേഹം. അപ്പം പുറകിലുള്ള ആളുകൾക്കൊന്നും ഖിറാഅത്ത് കേൾക്കൂല. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, മുറു അബൂബക്കറിൻ ഫൽയുസല്ലി ബിന്നാസ്, നിങ്ങൾ അബൂബക്കറിനോട് നിസ്കരിക്കാൻ പറയും. ആയിഷ ബീബി പറയുന്നത് നബി കേൾക്കണില്ല. അപ്പോൾ ഹഫ്സ ബീബിനോട് പറയും. ഹഫ്സ ബീബി വന്നിട്ട് പറയും, അള്ളാഹിൻ്റെ റസൂൽ അപ്പോഴും പറഞ്ഞു, മുറു അബൂബക്കറിൻ, അബൂബക്കറിനോട് പറയും. ഇമാമ് നിൽക്കേണ്ടത് ആരാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. പിന്നെ വെള്ളിയാഴ്ച മുതൽ ഫജർ നമസ്കാരം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം വരെ ഇമാമ് നിൽക്കുന്നത് ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. ഇതാണ് വ്യാഴാഴ്ച ദിവസം നടക്കുന്നത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പുള്ള വെള്ളിയാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസമാണ് പറയണത്. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യമൂതന്ന അഹദുകും ഇല്ലാ വഹുവ യുഹ്സിനു ظن ബില്ലാഹി അസ്സ വജല്ല. അള്ളാഹുവിനെ കുറിച്ച് സൽവിചാരം ഉണ്ടായിക്കൊണ്ടല്ലാതെ ഒരാൾ മരിക്കാൻ പാടില്ല. അള്ളാഹിനെ കുറിച്ച് സൽവിചാരം ഉണ്ടായിക്കൊണ്ടല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്? മരണം വരിക്കരുത്. അഥവാ മരണപ്പെടുന്ന സമയത്തും അള്ളാഹുവിനെ കുറിച്ച് സൽവിചാരം ഉണ്ടാകണം. അഥവാ മരണം എടുത്തിട്ടുണ്ട്, ഇനി കൂടുതലൊന്നും ഇല്ല എന്ന് അതിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ഈ മരണത്തെ മുഖാമുഖം കാണുന്ന സമയത്തും സൽവിചാരത്തോടു കൂടി എനിക്ക് മരണപ്പെടാൻ കഴിയണം. അള്ളാഹുവിനെ കുറിച്ചൊരു മോശമായിട്ടുള്ള ചിന്ത എൻ്റെ മനസ്സിലുണ്ടാകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് ചില സ്വഹാബിമാരെ വിളിക്കാൻ പറഞ്ഞു. നബി അന്ന് പറഞ്ഞില്ലേ, അതേപോലെ വിളിക്കാൻ പറഞ്ഞപ്പോൾ ആയിഷ ബീവി ചോദിക്കാണ്, നബിയെ അബൂബക്കറിനെയാണ് വിളിക്കേണ്ടത്? നബി പറഞ്ഞു, അല്ല. നബി ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കണോ? വേണ്ട. നബി അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കണോ? നബി പറഞ്ഞു, വേണ്ട. നബി അലി റളിയല്ലാഹു അൻഹുവിനെ വിളിക്കണോ? വേണ്ട. നബി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കണോ? വേണം. ആരെ മാത്രം വിളിച്ചാൽ മതി? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ മാത്രം വിളിച്ചാൽ മതി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അടുത്തിരുത്തി വെള്ളിയാഴ്ച ദിവസം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് സ്വകാര്യമായി ചില കാര്യങ്ങൾ പറഞ്ഞു. ആയിഷ ബീബി പറയാണ്, അള്ളാഹിൻ്റെ റസൂൽ ഇങ്ങനെ പറയുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖം ഇങ്ങനെ മാറിയിരുന്നു. എന്താ നബി പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? പിൽക്കാലത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, യാ ഉസ്മാൻ ഇന്നല്ലാഹ മുഖമ്മിസുക ഖമീസൻ, അള്ളാഹു നിങ്ങൾക്കൊരു കമീസ് ധരിപ്പിക്കും. റസൂലുള്ളാഹി പറയാണ്, അള്ളാഹു താങ്കൾക്കൊരു കമീസ് ധരിപ്പിക്കും. ഫൈൻ അറാദകൽ മുനാഫിഖൂന അലാ ഖൽഇഹി ഫലാ തഖ്ലഉഹു, കപടവിശ്വാസികളായ മുനാഫിക്കീങ്ങളായ ആളുകൾ അത് ഊരി വാങ്ങാൻ വരും. നിങ്ങൾ അതൊരിക്കലും അത് ഊരി അവർക്ക് നൽകരുത്. അത് ഉദ്ദേശിക്കണം എന്താണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്താണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ മുനാഫിക്കീങ്ങളായ ആളുകളും അതേപോലെ തന്നെ പിന്നെ ജൂതന്മാരായ ആളുകളും ചേർന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് തട്ടിയെടുക്കാൻ നോക്കുമ്പോഴും അദ്ദേഹം ശക്തമായി കൊണ്ട് പോരാടുന്നുണ്ട്. എന്ത് കാരണം? അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു നൽകിയ കമീസ് ഊരാൻ വേണ്ടി മുനാഫിക്കീങ്ങൾ വരും, നിങ്ങൾ ഊരിക്കൊടുക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് നൽകിയ ഉപദേശമാണ്. ഇനി മരിക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് അഥവാ ശനിയാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7 തോൽപാത്രത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ആ 7 തോൽപാത്രത്തിൽ നിന്ന് വെള്ളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലൂടെ ഇങ്ങനെ ഒഴിച്ചു. എന്നിട്ട് പറയാണ്, അതെന്തിനാണ്? എനിക്കൊരു ആശ്വാസം കിട്ടാനാണ്. അതേപോലെ തന്നെ ആളുകളുടെ ഇടയിലേക്ക് എനിക്ക് ചെല്ലാനും കൂടിയാണ്. എന്നിട്ട് 2 സ്വഹാബിമാരുടെ സഹായത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് വന്നു. ളുഹ്ർ നിസ്കാരത്തിൻ്റെ സമയമാണ്. പള്ളിയിൽ ഇങ്ങനെ വന്ന സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ നിസ്കാരം ഇങ്ങനെ തുടങ്ങാൻ നിൽക്കുകയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ കണ്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പുറകേക്ക് മാറുന്നു. ഇമാമ് നിൽക്കാൻ നബിയോട് കാണിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞു, അബൂബക്കർ താങ്കൾ ഇമാമ് നിൽക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ഭാഗ്യവാനാണ്. അള്ളാഹിൻ്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നബിക്ക് ഇമാമ് നിൽക്കാൻ ഭാഗ്യം ലഭിച്ചു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്. ആ നിസ്കാര സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വലതു ഭാഗത്ത് ഇരുന്നിട്ടാണ് നിസ്കരിക്കുന്നത്, എണീറ്റ് നിൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി പല സ്വഹാബിമാരും വരുന്നുണ്ടപ്പോൾ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നബി രോഗിയായിരിക്കുന്ന കാലത്ത് നബിനെ കാണാൻ പോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലാണ് മേലെ ഇങ്ങനെ ഒരു പുതപ്പ് ഇങ്ങനെ വിരിച്ചിട്ടുണ്ട്. ആ പുതപ്പ് ഇങ്ങനെ വിരിച്ചിട്ട് അള്ളാഹിൻ്റെ റസൂലിനെ പനിയുടെ ആധിക്യം കാരണം ആ പുതപ്പ് പോലും ചൂടാണ്. മേലെ വിരിച്ച പുതപ്പ് പോലും തീണ്ട് ചൂട് അനുഭവിക്കേണ്ട അത്രത്തോളം ചൂട്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ കാണുമ്പോൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ അവസ്ഥ അങ്ങനെ ആയിരുന്നു എന്ന് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശനിയാഴ്ച ദിവസം പറയുമ്പോൾ മരിക്കുന്നതിൻ്റെ തലേ ദിവസം അഥവാ ഞായറാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീബിനോട് ചോദിക്കാണ്, യാ ആയിഷ മാ ഫഅൽതി ദഹബ്. അള്ളാഹിൻ്റെ റസൂൽ കുറച്ച് സ്വർണ്ണ നാണയം ആയിഷ ബീബിൻ്റെ കയ്യിൽ കൊടുത്തിരുന്നു, അതെവിടെയാണെന്ന് ചോദിച്ചു. ആയിഷ ബീബി പറഞ്ഞു, ഇതിൻ്റെ കയ്യിലുണ്ട് നബിയെ, അത് കൊണ്ടുവരാൻ പറഞ്ഞ് ആ സ്വർണ്ണ നാണയങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതക്ക ചെയ്തു. അഥവാ മരിക്കണിൻ്റെ തലേ ദിവസം ഞായറാഴ്ച ഉള്ള കയ്യിലുള്ള എല്ലാ സമ്പത്തും സ്വതക്ക ചെയ്തു. ആയിഷ ബീബി പറയാണ്, അന്ന് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചരിക്കാൻ എനിക്ക് വെളിച്ചം ആവശ്യമായിട്ട് വന്നു. പക്ഷെ മദീനയുടെ രാജകുമാരൻ്റെ വീട്ടിൽ വിളക്കിലൊഴിക്കാനുള്ള എണ്ണ അന്ന് വീട്ടിലുണ്ടായിരുന്നില്ല. രാവിലെ സ്വർണ്ണ നാണയം ഉണ്ടായ വീടാണ്. ആ സ്വർണ്ണ നാണയങ്ങളെല്ലാം സ്വതക്ക ചെയ്തു. അപ്പോൾ രാത്രി വിളക്ക് കത്തിക്കാൻ വിളക്കിലൊഴിക്കാനുള്ള എണ്ണ മദീനത്തെ ഖലീഫൻ്റെ വീട്ടിലില്ല. ഒരു അൻസാരിയായ സ്വഹാബി വനിതൻ്റെ കയ്യിലേക്ക് ആ വിളക്ക് കൊടുത്തയച്ചു. അവരതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ വിളക്ക് കത്തിച്ചിട്ടാണ് ഞാൻ നബിയെ പരിചരിച്ചതെന്ന് നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നബിയുടെ ദുനിയാവിനോടുണ്ടായിരുന്ന വിരക്തി. ഇനി മരണപ്പെടുന്ന ദിവസം തിങ്കളാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീബിൻ്റെ വീട്ടിലാണ്. ആയിഷ ബീബിൻ്റെ വീട്ടിലിരുന്ന് ആയിഷ ബീബിൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു മറയുണ്ട്. ആ തുണി ഇങ്ങനെ നീക്കിയാൽ പള്ളിയിൽ ആളുകൾ നിസ്കരിക്കണ കാണാൻ കഴിയും. ഹദീസിൽ കാണാൻ കഴിയും, ഫകശഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിത്രഹു ജറത്തി. നബി ആ വീടിൻ്റെ റൂമിൻ്റെ ആ മറ ഇങ്ങനെ നീക്കിയിട്ട് സ്വഹാബിമാരെ നോക്കി. കാരണം നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബിമാരെ ഇങ്ങനെ അണിയണിയായിട്ട് നിസ്കാരത്തിൽ സൊഫിൽ വെക്ക് വേണ്ടി നിൽക്കുകയാണ്. പിന്നെ നബിനെ കണ്ട സമയത്ത് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളുടെ ഹബീബിനെ ഞങ്ങൾ കണ്ടപ്പോഴുള്ള കാഴ്ച എന്താണെന്നറിയോ? കഅന്ന വജ്ഹഹു വറഖത്തു മുസ്ഹഫിൻ. ഖുർആനിൽ ഒരു ഏട് പോലെ നബിൻ്റെ മുഖം തോന്നി. ഖുർആനിലൊരു പേജ് പോലെ നബിൻ്റെ മുഖം ഇങ്ങനെ തോന്നി. അപ്പോൾ സ്വഹാബിമാരെല്ലാവരും നബി ഇങ്ങനെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ സുമ്മ തബസ്സമ റസൂലുള്ളാഹ്. അള്ളാഹിൻ്റെ റസൂൽ അവരുടെ മുഖത്ത് നോക്കി ചിരിച്ചു. അള്ളാഹിൻ്റെ റസൂൽ അവരുടെ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചു. അപ്പോൾ ചിരിച്ച സമയത്ത് ഇവർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം റസൂലുള്ളാഹിൻ്റെ അസുഖം മാറി. അവർ പറയാണ്, അള്ളാഹിൻ്റെ റസൂൽ ഞങ്ങളിങ്ങനെ നോക്കി ചിരിക്കണത് കണ്ടപ്പോൾ ഞങ്ങളുടെ എല്ലാ ചിന്തയും മാറി. നിസ്കാരം പോലും അശ്രദ്ധയിലാകുമെന്ന് തോന്നി. കാരണം റസൂലുള്ളാഹിൻ്റെ അസുഖം മാറി, ഇനി നബി ഞങ്ങളുടെ അരികിലേക്ക് വരാൻ പോവുകയാണ്. അതിങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ടാണ് നിസ്കരിക്കുന്നത്. അപ്പോൾ ആ നിസ്കാരം പോലും എന്ത് ചെയ്തു, ശ്രദ്ധ മാറുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് തോന്നിയെന്ന് അനസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ പറയാണ്. അതിനുശേഷം അള്ളാഹിൻ്റെ റസൂൽ ആ വിധി ഇങ്ങനെ മാറ്റി. പിന്നെ സ്വഹാബിമാർ നബി ജീവനോടെ കണ്ടിട്ടില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ നിസ്കാരം കഴിഞ്ഞ് നബിൻ്റെ വീട്ടിൽ ഇങ്ങനെ വന്നു. സാധാരണ ഫാത്തിമ ബീബി വീട്ടിൽ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഫാത്തിമ ബീബിനെ കാണുമ്പോൾ നബി പറയണൊരു വാക്കാണ്, മർഹബൻ ബീബിനത്തി, എൻ്റെ മോൾക്ക് സ്വാഗതം എന്ന് പറയും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന ഇരിപ്പിടത്ത് നിന്ന് എണീക്കും. എന്നിട്ട് ആയിഷ ഫാത്തിമ ബീവിൻ്റെ അരികിലേക്ക് ചെന്ന് അവരാലിംഗനം ചെയ്ത് നെറ്റിയിൽ ചുംബിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണോ ഇരുന്നത് ആ ഭാഗത്ത് ഫാത്തിമ ബീവിനെ കൊണ്ടുവന്നിരുത്തും. ഇതാണ് സാധാരണ നടക്കാറുള്ളത്. എന്നാൽ മരിക്കുന്ന ദിവസം തിങ്കളാഴ്ച നബിക്ക് എണീക്കാൻ പോലും കഴിയണില്ല. ഫാത്തിമ ബീബിനെ കണ്ട സമയത്ത് പറഞ്ഞു, മർഹബൻ ബീബിനത്തി, എൻ്റെ മോൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞു. വഖബ്ബലഹ, അള്ളാഹിൻ്റെ റസൂലായി ഫാത്തിമ ബീബിൻ്റെ നെറ്റിയിൽ ഇങ്ങനെ ചുംബിച്ചു. അപ്പോൾ സാധാരണ ഉള്ള അവസ്ഥയും
ആ മരിക്കുന്ന ദിവസം ഒന്നിനും കഴിയണില്ല. അപ്പം രംഗം അങ്ങനെ കണ്ടപ്പോൾ പിന്നെ ഫാത്തിമ ബീബി പറയാണ്, വാ കർബാബ, എൻ്റെ വാപ്പാക്ക് എന്തൊരു വേദനയാണ്, അള്ളാഹു എൻ്റെ വാപ്പാക്ക് എന്തൊരു പ്രയാസമാണ്. ഇതിങ്ങനെ പറഞ്ഞ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലൈസ അലാ അബീകി കർബുൻ ബഅദൽ യൗം, മോളെ ഈ ദിവസം കഴിഞ്ഞാൽ പിന്നെ വാപ്പാക്ക് വേദനയില്ല. ഇതാണ് അവസാനത്തെ വേദന. ഈ ദിവസം കഴിഞ്ഞാൽ പിന്നെന്തില്ല, വാപ്പാക്ക് ഒരു വേദനയില്ല. എന്നിട്ട് ഫാത്തിമ ബീബിനെ അരികിലേക്ക് വിളിച്ചിട്ട് 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം പറഞ്ഞപ്പോൾ ഫാത്തിമ ബീബി കരഞ്ഞു. 2ാമത്തെ കാര്യം കേട്ടപ്പോൾ ഫാത്തിമ ബീബി ചിരിച്ചു. പിൽക്കാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? നിങ്ങൾ 1ാമത് പറഞ്ഞപ്പോൾ കരഞ്ഞു, 2ാമത് പറഞ്ഞപ്പോൾ ചിരിച്ചു, എന്തേ കാരണം? അപ്പോൾ ആയിഷ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 1ാമത് എന്നോട് പറഞ്ഞത്, മോളെ എൻ്റെ മരണം അടുത്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ മരിക്കാൻ സമയമായിട്ടുണ്ട്. ഇത് വാപ്പനോട് പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു. ഞാൻ ചിരിക്കാനുള്ള കാരണം എന്താണ്? ഞാൻ മരിച്ചാൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് എന്നിലേക്ക് ആദ്യം വരുന്നത് മോളെ നീയായിരിക്കും. അത് കേട്ടപ്പോൾ ഞാൻ ചിരിച്ചു. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നിമിഷങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് ആയിഷ ബീബിയാണ്. ആയിഷ ബീബി പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശരീരത്തിൽ മുഖത്ത് ഇങ്ങനെ ഒരു പുതപ്പ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ഒരു തുണി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ആ തുണി ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നീക്കിയിട്ട് നബി പറയും, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അള്ളാഹു ജൂതന്മാരെയും ക്രിസ്ത്യാനികളായ ആളുകളെയും ശപിച്ചിരിക്കുന്നു, അവരവരുടെ അമ്പിയാക്കളുടെ കബറിടങ്ങളെ ആരാധിക്കുന്ന കേന്ദ്രമാക്കി. എന്നിട്ട് തുണി ഇങ്ങനെ മാറ്റും, വീണ്ടും തുണി ഇങ്ങനെ മാറ്റിയിട്ട് നബി വീണ്ടും ഇത് പറയും. എന്നിട്ട് നബി പറഞ്ഞതാണ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. അല്ലാഹു എൻ്റെ കബറിനെ ആരാധിക്കുന്ന ബിംബമാക്കി മാറ്റരുത്. വീണ്ടും നബി ഇങ്ങനെ തുണി ഇങ്ങനെ മാറ്റും. ഇതിങ്ങനെ ഒരുപാട് തവണ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഫാത്തിമ ആയിഷ ബീബി പറയാണ്, എൻ്റെ സഹോദരൻ അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ വന്നു. അബ്ദുറഹ്മാൻ്റെ കയ്യിൽ അറാക്കുണ്ട്. അള്ളാഹിൻ്റെ റസൂൽ ഇങ്ങനെ ആ അറാക്കിലേക്ക് ഇങ്ങനെ നോക്കണത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറാക്ക് വേണമെന്ന് എനിക്ക് തോന്നി. നബി നിങ്ങൾക്ക് അറാക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ തല കൊണ്ട് ആംഗ്യം കാണിച്ചപ്പോൾ ഞാൻ ആ അറാക്ക് വാങ്ങി അത് പൊട്ടിച്ചു. അത് ഭയങ്കര പരിക്കുള്ളതാണ്. അപ്പോൾ അത് ഞാൻ എൻ്റെ വായിലിട്ടിട്ട് അത് ചവച്ച് അത് സോഫ്റ്റാക്കി ഏറ്റവും ലോലമാക്കി. എന്നിട്ട് നബിൻ്റെ കയ്യിൽ കൊടുത്തു. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല്ലിങ്ങനെ വൃത്തിയാക്കി. ആയിഷ ബീബി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് ഞാനൊരു പാത്രത്തിൽ വെള്ളം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിൽ കൈ ഇങ്ങനെ മുക്കിയിട്ട് നബി ഇങ്ങനെ മുഖം തടവിയിട്ട് പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല, ഇന്നലിൽ മൗതി സക്കറാത്ത്. ആയിഷ, മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദന ഉണ്ട്. അതിങ്ങനെ കൈ ഇങ്ങനെ മുക്കി മുഖം ഇങ്ങനെ തടവും. എന്നിട്ട് നബി ഇങ്ങനെ പറയും, ആയിഷ വേദന സഹിക്കാൻ കഴിയുന്നില്ല. അള്ളാഹിൻ്റെ റസൂൽ കൈ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തിയില്ല. റഫീഖിൽ അഅല, അത്യുന്നതനായ ശുദ്ധാത്മാക്കളുടെ സ്ഥാനം ഉന്നതമായ റബ്ബിലേക്ക് എന്ന് പറഞ്ഞിട്ട് അള്ളാഹിൻ്റെ റസൂൽ കൈ ഇങ്ങനെ ഉയർത്തി. ആയിഷ ബീബി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന പല വാചകങ്ങളും എനിക്ക് മനസ്സിലാകണില്ല. അപ്പോൾ നബി എൻ്റെ മാറിലാണ് ഇങ്ങനെ കിടക്കുന്നത്. ആയിഷ ബീവിൻ്റെ മാറിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്തെ പ്രവാചകൻ തല ഇങ്ങനെ പൊക്കി എന്നുള്ളതാണ്. അപ്പോൾ നബി എന്താണ് പറയണതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ചെവി അള്ളാഹിൻ്റെ റസൂലിൻ്റെ ചുണ്ടിലേക്ക് അടുപ്പിച്ചു. അപ്പോൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ചുണ്ടിൽ നിന്നും ഒരു തുള്ളി ഉമിനീര് എൻ്റെ നെഞ്ചിലേക്ക് പതിച്ചു. ആ ഉമിനീര് എൻ്റെ ശരീരത്തിൽ പതിച്ചപ്പോൾ എൻ്റെ ശരീരമാസകരം എനിക്ക് കോരിത്തരിക്കണത് പോലെ തോന്നി. ആ കയ്യെ താഴേക്ക് വീണു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ മേലെ ഒരു തുണി ഇങ്ങനെ വിരിച്ചു. തുണി വിരിച്ച സമയത്താണ് ഉമർ റളിയല്ലാഹു അൻഹുവും മുഗീറ റളിയല്ലാഹു അൻഹുവും നബിനെ കാണാൻ വരുന്നത്. അവരറിഞ്ഞിട്ടില്ല നബി മരിച്ചത്. നബിൻ്റെ വീട്ടിലേക്ക് കയറാൻ അനുവാദം ചോദിച്ചപ്പോൾ ആയിഷ ബീബി പറയാണ്, ഞാൻ വേഗം എൻ്റെ വസ്ത്രമൊക്കെ ശരിയാക്കിയിട്ട് അവർക്ക് അനുവാദം കൊടുത്തു. നബിൻ്റെ മേലെ ഇങ്ങനെ ഒരു തുണി വിരിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു നബിനെ കണ്ട സമയത്ത് പറഞ്ഞു, നബിക്ക് എന്തൊരു പ്രയാസമാണ്, നബിക്ക് എന്തൊരു ബോധക്ഷയാണ്, നബി മരിച്ചു എന്നറിഞ്ഞിട്ടില്ല. മുഗീറ റളിയല്ലാഹു അൻഹുവിന് കാര്യം മനസ്സിലായി. മുഗീറ പറയാണ്, യാ ഉമർ മാത്ത റസൂലുള്ളാഹ്, ഉമർ റസൂലുള്ളാഹ് മരിച്ചിട്ടുണ്ട്, ഉമർ റസൂലുള്ളാഹ് മരിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, കദബ്ത മുഗീറ, താങ്കൾ കളവാണ് പറയുന്നത്, അള്ളാഹിൻ്റെ റസൂലൊന്നും മരിച്ചിട്ടില്ല. അപ്പോൾ ഈ സമയത്തൊന്നും ആരില്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ഇല്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ഹബീബ ബിൻത് ഖാരിജ റളിയല്ലാഹു അൻഹ രോഗിയാണ്. അപ്പോൾ അവരെ പിന്നെ കാണാൻ വേണ്ടി സുബൈ നിസ്കാരത്തിന് ശേഷം നബിയോട് അനുവാദം ചോദിച്ചിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു മദീനത്ത് പുറത്തേക്ക്, അഥവാ അന്നത്തെ ഖുബാ പള്ളിയുള്ള ഭാഗമല്ലേ, ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്.
സുമ്മ ജാഅ അബൂബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നു. ഫറഫഅതുൽ ഹിജാബ, അദ്ദേഹം എന്ത് ചെയ്തു, നബിൻ്റെ മേലെങ്ങനെ വിരിച്ച ആ തുണി ഇങ്ങനെ മാറ്റി. ആ തുണി ഇങ്ങനെ മാറ്റിയിട്ട് ഫനളറ ഇലൈഹി, അള്ളാഹിൻ്റെ റസൂലിനെ നോക്കിയിട്ട് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. എന്നിട്ട് നബിൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിയിൽ അദ്ദേഹം ചുംബിച്ചിട്ട് പറഞ്ഞു, വാ നബിയ എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം വീണ്ടും തലങ്ങനെ ഉയർത്തിയിട്ട് നബിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിയിൽ വീണ്ടും ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, വാ സഫിയ എന്ന് പറഞ്ഞു. വീണ്ടും നബിൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വാ ഖലീല, എൻ്റെ കൂട്ടുകാരാ എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു വിളിച്ചു. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് ഇറങ്ങി. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, അള്ളാഹിൻ്റെ റസൂൽ മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ്റെ കൈകാലുകൾ ഞാൻ വിച്ഛേദിക്കും എന്ന് പറയുന്ന സമയമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു വളരെ പക്വമായിട്ട് വന്ന് സ്വഹാബിമാരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാന്റെ 144-ാമത്തെ ആയത്ത്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ എന്ന് തുടങ്ങുന്ന ആയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഓതി. അഥവാ മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ഒരു ദൂതൻ മാത്രമാകുന്നു, അദ്ദേഹത്തിന് മുമ്പും ദൂതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹം മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തെങ്കിൽ നിങ്ങൾ പുറകോട്ട് തിരിഞ്ഞു പോവുകയാണോ എന്ന് ചോദിക്കുന്ന ആയത്ത്. അതേപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെയാണ് ആരാധിച്ചതെങ്കിൽ ഇതാ മുഹമ്മദ് നബി മരണപ്പെട്ടിട്ടുണ്ട്. ആരെങ്കിലും അള്ളാഹുവിനെയാണ് ആരാധിച്ചതെങ്കിൽ അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ഇതിങ്ങനെ കേട്ട സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന വാള് താഴേക്ക് വീണ് ഉമർ ബോധം കെട്ടു വീണു. ഉമർ റളിയല്ലാഹു അൻഹുവിന് ബോധ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുണ്ട്. നബിയുടെ 63-ാമത്തെ വയസ്സിൽ ഹിജറ 11 റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദിവസം ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. നബിൻ്റെ മയ്യത്തിങ്ങനെ കബറടക്കിയിട്ട് തിരിച്ചു മടങ്ങുമ്പോഴേ ഫാത്തിമ ബീവി അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കണം, അനസേ, നിങ്ങൾക്ക് എങ്ങനെയാണ് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ശരീരത്തിലേക്ക് മണ്ണിടാൻ തോന്നിയത്? അതൊരു മോശമായിട്ടല്ല, അഥവാ അത്രത്തോളം നബിനെ സ്നേഹിച്ച സ്വഹാബത്തിന് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഖബറിൽ ആ മയ്യത്ത് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ആ മയ്യത്തിൻ്റെ മേലേക്ക് മണ്ണിടാൻ എങ്ങനെ കഴിഞ്ഞത്? അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളുടെ കൈകൾ വിറച്ചിരുന്നു, ഞങ്ങളുടെ മനസ്സുകൾ വിതുമ്പിയിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മദീനയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് എപ്പോഴാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ ചെയ്തു വന്ന അന്നാണ്. അന്ന് മദീന മുഴുവനും പ്രകാശപൂരിതമായി ഞങ്ങൾക്ക് തോന്നി. എന്നാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട അന്ന് മദീന മുഴുവനും ഇരുട്ട് മൂടിയതായി ഞങ്ങൾക്ക് തോന്നി എന്നുള്ളതാണ്. 3 ദിവസം സ്വഹാബിമാരെ കരഞ്ഞിട്ടുണ്ട്. ആ 3 ദിവസവും ഒരൊറ്റ സ്വഹാബിൻ്റെ വീട്ടിലും അടുപ്പ് പുകഞ്ഞിട്ടില്ല. അത്രത്തോളം സ്വഹാബിമാരുടെ ജീവിതത്തിൽ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമെങ്കിൽ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എങ്ങനെയാണ് ഒരു വിശ്വാസിക്ക് ഈ മാസത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ കഴിയുക? സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളിങ്ങനെ ഓരോ വീഡിയോസ് ഇങ്ങനെ കാണുന്നുണ്ട്. UAE നബിദിനം ആരംഭിച്ചു, ജപ്പാനിൽ തുടങ്ങിയിട്ടുണ്ട്, അമേരിക്കയിൽ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ കൊല്ലം കഴിയുന്ന സമയത്തും ഓരോ രാജ്യത്ത് തുടങ്ങിയിട്ടുണ്ട്. അതാണ് പല ആളുകൾക്കുള്ള തെളിവെങ്കിൽ ഇനി ലോകത്തെ എല്ലാ ഭാഗത്ത് തുടങ്ങിയാലും, എന്തിനേറെ സൗദിയിൽ വരെ നബിദിനം തുടങ്ങിയാലും നമുക്കുള്ള തെളിവെന്താ? ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്നുള്ളതാണ്. ഏതെങ്കിലും നാടല്ല നമ്മൾ നോക്കണത്. നമ്മൾ നോക്കണത് ഏതാണ്? അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം ശരീരത്തെക്കാളും സ്നേഹിച്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് നബിയുടെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. നബിയുടെ ഭാര്യമാര് നബിയുടെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. ആ സ്വഹാബിമാരെ കണ്ട താബിഈങ്ങൾ നബിദിനം ആഘോഷിച്ചിട്ടില്ല. തബു താബിഈങ്ങൾ നബിദിനം ആഘോഷിച്ചിട്ടില്ല. 4 ഇമാമുമാര് ആഘോഷിച്ചിട്ടില്ല. ലോകത്തറിയപ്പെട്ട അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ ഒരാൾ പോലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ലെങ്കിൽ എന്ത് പേരിട്ട് വിളിച്ചാലും എങ്ങനെ ന്യായീകരിച്ചാലും അതിനുവേണ്ടി ഏത് രൂപത്തിൽ കാര്യങ്ങൾ നമ്മൾ വക്രീകരിച്ചാലും അതൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. റബീഉൽ അവ്വൽ മാസം അള്ളാഹുവിൻ്റെ റസൂൽ മരണപ്പെട്ട ആ ഒരു ദിവസത്തിൽ ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് സന്തോഷിക്കാൻ കഴിയുക? എങ്ങനെയാണ് ആ വിശ്വാസി ആർത്തുല്ലസിച്ചുകൊണ്ട് ആ ദിവസങ്ങളെ കഴിഞ്ഞു പോക്കാൻ കഴിയുക? ചില ആളുകളുടെ വീട് നമ്മൾ കാണുന്നുണ്ട്, നബിദിനം ആഘോഷിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് നരകമാണ് കിട്ടണതെങ്കിൽ ഞങ്ങളുടെ ഉസ്താദുമാർ അവരൊക്കെ നരകത്തിലാണെങ്കിൽ എന്നാൽ ഞങ്ങളും നരകത്തിലാണ്. നഊദു ബില്ലാഹ്. എത്ര വലിയ വാക്കുകളാണ് പറയുന്നത്, എത്ര വലിയ അബദ്ധങ്ങളാണ് അവരുടെ നാവിലൂടെ വരുന്നത്.
നമ്മൾ ആലോചിക്കണം, നമുക്ക് പറയാനുള്ളത് എന്താണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും ഈ നബിയുടെ ജന്മദിനം ആഘോഷിക്കാതെയാണ് അവർക്ക് സ്വർഗം ലഭിച്ചതെങ്കിൽ ആ സ്വർഗമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതല്ലാതെ മറ്റുള്ള ആളുകളുടെ തൃപ്തിക്ക് വേണ്ടി ജീവിതത്തെ മാറ്റാൻ നമ്മൾ പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവസാനിപ്പിക്കാണ് നമ്മൾ ഇന്ന് പറഞ്ഞു വെച്ചത് മദീന കരഞ്ഞ ദിവസത്തെക്കുറിച്ചാണ്. മദീന ചരിത്രത്തിൽ മദീന കരഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം കേട്ടപ്പോഴാണ്, മരണം അറിഞ്ഞപ്പോഴാണ് എന്നുള്ളത് ചരിത്രങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാൻ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അള്ളാഹുവിൻ്റെ ജന്നാത്തിൽ ഫിർദൗസിലും ഒരുമിച്ച് കൂടാൻ അള്ളാഹു പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അള്ളാഹിൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അള്ളാഹുവിനെ കാണുന്ന യഥാർത്ഥ മുത്തഖീങ്ങളായ ആളുകളുടെ കൂട്ടത്തിലും അള്ളാഹു നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കബറിടം സ്വർഗ്ഗ പൂന്തോപ്പാക്കി മാറ്റുമാറാകട്ടെ. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. السلام عليكم ورحمة الله. إلى العلم من نبعه ونجني ثمارا تغذي الخيال، فسرنا سويا على طاعة لنلقى رضا الله في كل حال.